നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASൻ്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ സൈലം IASൻ്റെ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം KASൻ്റെ റിസൾട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം തിരക്കാണ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ കണ്ടു. വീഡിയോകൾക്കായി നിങ്ങൾ ആവശ്യപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. ഇനി അങ്ങനെ ഒരു ലാഗ് ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ നിങ്ങളോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പനി ഭരണ കാലഘട്ടമല്ല. കമ്പനി ഭരണ കാലഘട്ടം അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾക്ക് രാജഭരണ കാലഘട്ടത്തെ പറ്റിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വിച്ച് മീൻസ് ദ ക്രൗൺ റൂൾ. രാജഭരണ കാലഘട്ടം ആരംഭിക്കുന്നത് 1858 മുതലാണ്. 1858 മുതൽ 1947 വരെയാണ് നമ്മൾ രാജഭരണ കാലഘട്ടമായി കണക്കാക്കുന്നത്. രാജഭരണ കാലഘട്ടം അല്ലെങ്കിൽ ക്രൗൺ റൂൾ എന്ന് പറയാം. അപ്പോൾ 1773 മുതൽ 1858 വരെ കമ്പനി ഭരണ കാലഘട്ടമായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിൽ ഭരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ കച്ചവടവും ഭരണവും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. 1858 കലാപത്തോടെ ബ്രിട്ടീഷ് രാജഭരണാധികാരി തന്നെ ഭരണം ഏറ്റെടുക്കുകയാണ്. അതായത് കമ്പനി അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, കമ്പനി രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. പക്ഷേ ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി 1813 ചാർട്ടർ ആക്ടോടുകൂടി അല്ലെങ്കിൽ 1833 ചാർട്ടർ ആക്ടോടുകൂടി പൂർണ്ണമായും അവസാനിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പിന്നീട് അങ്ങോട്ട് കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എൻറ്റിറ്റി ആയിട്ട് മാറുന്നുണ്ട്. 1858 എത്തുമ്പോൾ കമ്പനിയുടെ ഭരണസംബന്ധമായ കാര്യങ്ങൾ, റവന്യൂ പിരിക്കുന്നത് സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെ കമ്പനി അതുവരെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായുമുള്ള കാര്യങ്ങൾ രാജഭരണാധികാരി ഏറ്റെടുക്കുകയാണ്. കാരണം കമ്പനി ഭരണത്തിൽ ഇന്ത്യക്കാർ സന്തുഷ്ടരല്ല. വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം കമ്പനി ഭരണത്തോട് ഇന്ത്യക്കാർ കാഴ്ചവെക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയൊരു കലാപത്തിൻ്റെ പ്രത്യാഘാതമായി ബ്രിട്ടീഷ് ഭരണാധികാരി തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് നമ്മൾക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ക്വീൻ വിക്ടോറിയ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഐ ആം ഗോയിങ് ടു ബി ദ എംപ്രസ് ഓഫ് ഇന്ത്യ. ഞാൻ ഇനി ഇന്ത്യയുടെ ചക്രവർത്തിനിയാണ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഞാനാണ് നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന പ്രഖ്യാപനം നടത്തുന്നു. അതുകൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അബോളിഷ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തുടർന്ന് അങ്ങോട്ട് ഇനി ഇന്ത്യയിൽ റോളൊന്നുമില്ല എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തുന്നു. ആ നിയമത്തെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ് ഹാസ് അബോളിഷ്ഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പൂർണ്ണമായും നിരോധിക്കുന്നു. അതുകൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണോ അത് ബ്രിട്ടീഷ് ക്രൗൺ തന്നെ നേരിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷ് ക്രൗൺ ഇന്ത്യയുടെ എംപ്രസ് ആണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു ബി ദ എംപ്രസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. സോ ട്രാൻസ്ഫേർഡ് പവേഴ്സ് ഓഫ് ഗവൺമെൻറ്, ടെറിട്ടറീസ് ആൻഡ് റവന്യൂ ടു ദി ബ്രിട്ടീഷ് ക്രൗൺ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവട സംബന്ധമായ അധികാരമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ 1833 ചാർട്ടർ ആക്ടോടുകൂടി പൂർണ്ണമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എൻറ്റിറ്റി ആയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറുന്നുണ്ട്. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണസംബന്ധമായ അധികാരങ്ങളാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സംബന്ധമായ അധികാരമുണ്ട്, അതേപോലെ തന്നെ റവന്യൂ പിരിക്കാനുള്ള അധികാരമുണ്ട്, അതേപോലെ തന്നെ ടെറിട്ടറീസിന് മുകളിലുള്ള അധികാരവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ അധികാരങ്ങൾ മുഴുവനും ആരെ ഏറ്റെടുക്കുകയാണ്? ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുന്നു. സോ ദാറ്റ് ഇസ് ഹൗ Queen Victoria has proclaimed that I am now the Empress of British India.
East India Company was abolished. The story of East India Company is over. ഇത് കൂടാതെ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ്. അപ്പൊ ഇതുവരെ ഇന്ത്യൻ ഭരണം ബാഡ് ആയിരുന്നു എന്നാണോ, അല്ലെങ്കിൽ ഇതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചത് മോശമായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ഈ ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. എന്താണ് ഈ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ? റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു അല്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. ഇനി മുതൽ അങ്ങോട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇല്ല എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്? ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇനി അങ്ങോട്ട് they will report to the viceroy. വൈസ്രോയ് എന്നുള്ളൊരു പദവിയെ പറ്റി ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നില്ലല്ലോ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവിയെ പറ്റിയാണല്ലേ. അപ്പോൾ ആ പദവിയിൽ എന്തെങ്കിലും മാറ്റം വന്ന് കാണണം അല്ലേ? ഇപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി അങ്ങ് മാറ്റി. എന്നിട്ട് ആ ഡെസിഗ്നേഷൻ എന്താക്കി മാറ്റി? വൈസ്രോയ് എന്നാക്കി മാറ്റി. ഇതെന്താ വെറുതെ ഇങ്ങനെ ഡെസിഗ്നേഷൻ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ മാറ്റി കളിക്കുകയല്ല. ഈ വൈസ്രോയ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വൈസ്രോയ് ഈസ് ദ ഡിറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. ഇപ്പോൾ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഭരണമാണ് ഇനി എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഇവിടെ വന്നിരുന്ന് ഭരിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഇന്ത്യയിൽ തൻ്റെ ഒരു ഡയറക്റ്റ് പ്രതിനിധിയെ വേണം. ആ പ്രതിനിധിയാണ് ആര്? വൈസ്രോയ്. അപ്പോൾ ഈ ഓഫീസേഴ്സ് ആരോട് ഉത്തരം പറയും? വൈസ്രോയോട് ഉത്തരം പറയും. വൈസ്രോയ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധിയാണ്. ഇനി വൈസ്രോയ് ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? വൈസ്രോയ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പുതുതായി രൂപീകരിക്കപ്പെട്ട മറ്റൊരു ഒഫീഷ്യലിനാണ്. ആൻഡ് ദാറ്റ് ഒഫീഷ്യൽ ഈസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വിൽ റിപ്പോർട്ട് ടു ദ ബ്രിട്ടീഷ് പാർലമെന്റ്. ദ ബ്രിട്ടീഷ് പാർലമെന്റ് വിൽ റിപ്പോർട്ട് to the British Crown. അപ്പോൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ സമർപ്പിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെയാണ് ഇവിടെ എന്ത് ആയി റെഫർ ചെയ്തിട്ടുള്ളത്? റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് റെഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ റെസ്പോൺസിബിൾ ഗവൺമെന്റിൽ എവിടെയും ഇന്ത്യക്കാർക്ക് റോളൊന്നുമില്ല. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് വൈസ്രോയിയോട് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വൈസ്രോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. വൈസ്രോയ് ബ്രിട്ടീഷ് ക്രൗണിന്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ബ്രിട്ടീഷ് ക്രൗണിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, പക്ഷേ ബ്രിട്ടനിലാണ്. അപ്പോൾ വൈസ്രോയ് റിപ്പോർട്ട് ചെയ്യുന്നത് ആർക്കാണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യക്കാണ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആർക്ക് റിപ്പോർട്ട് ചെയ്യും? ബ്രിട്ടീഷ് പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യും. ആൻഡ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പർ ആണ്. എന്ന് പറഞ്ഞാൽ ഹീസ് എ മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും? ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉണ്ടായിരിക്കും. ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ആരോട് ചോദ്യം ചോദിക്കാം? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആൻഡ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ബ്രിട്ടീഷ് പാർലമെന്റിന് റിപ്പോർട്ട് നൽകും. ആൻഡ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇസ് അൾട്ടിമേറ്റ്ലി ആൻസറബിൾ ടു ദ ബ്രിട്ടീഷ് ക്രൗൺ. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇന്ത്യക്കാരെ കാണുന്നുണ്ടോ? ഇല്ല, ഇന്ത്യക്കാരില്ല. വിച്ച് മീൻസ് ഇറ്റ് വാസ് എ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഫോർ ദ നെയിം സേക്ക്. ഇന്ത്യക്കാരടങ്ങുന്ന ഉത്തരവാദിത്ത ഭരണ സംവിധാനമല്ല. ഇന്ത്യക്കാരില്ലാതെ ഇന്ത്യക്കാരോട് ഉത്തരവാദിത്തം കാണിക്കാൻ എന്ന പ്രഹസനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് മാത്രമാണ്. ഇതൊരു ഉഡായിപ്പ് നിയമമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പെട്ടെന്ന് ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ കേൾക്കുമ്പോൾ, സദ്ഭരണത്തിനുള്ള നിയമം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കാരുടെ കൂടി ശബ്ദം പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം എന്ന് തെറ്റിദ്ധരിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ നെയിം സേക്കിന് വേണ്ടി മാത്രം പാസ്സാക്കിയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉഡായിപ്പ് നിയമം എന്ന് പറയാം. Now we need to understand certain things. ഞാൻ ഓൾറെഡി പറഞ്ഞു, ചില ഡെസിഗ്നേഷൻ ചേഞ്ച് ഉണ്ടായിരുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ഡെസിഗ്നേഷൻ മാറി വൈസ്രോയ് എന്ന ഡെസിഗ്നേഷൻ സംഭവിക്കുന്നത് ഏത് നിയമത്തിലാണ്? ആസ് പെർ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. UPSC
ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, PSC ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, SSC പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, വിച്ച് മീൻസ് ദിസ് പെർട്ടിക്കുലർ ഏരിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ കമ്പനിയുടെ ഒരു മാനേജിംഗ് ബോർഡ് എന്ന രീതിയിൽ നമുക്ക് 2 ബോർഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ബോർഡ് ഓഫ് കൺട്രോൾ, കമ്പനിയുടെ ഭരണ സംബന്ധമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് കൺട്രോൾ, പിന്നൊന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അങ്ങനെ ഒരു ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ കമ്പനി ഇല്ല, കമ്പനി അബോളിഷ് ചെയ്തു. ഇപ്പൊ ഈ സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്? ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 15 മെമ്പർ കൗൺസിൽ കൂടി ഈ നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട്. 15 മെമ്പർ കൗൺസിൽ of India. So they will give the necessary advice to the Secretary of State for India. So the most important attraction, ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഏത് നിയമമാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആക്ട് ഫോർ ദി ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന റെഫറൻസിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ദർ ഇസ് ഓൺലി വൺ ആൻസർ, ദാറ്റ് ഇസ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യയുടെ സദ്ഭരണത്തിനുള്ള നിയമമാണോ? അല്ല. ഏത് നിയമത്തിലൂടെയാണ് ഡെസിഗ്നേഷൻ മാറ്റിയതെന്ന് ചോദിച്ചാൽ ദ ഡെസിഗ്നേഷൻ ഓഫ് ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഹാസ് ഗോട്ട് ചേഞ്ച് ടു ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ. ആരാണ് വൈസ്രോയ്? ബ്രിട്ടീഷ് ക്രൗണിന്റെ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ് ആണ് വൈസ്രോയ്. വൈസ്രോയ് ആണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ ഇന്ത്യയിലെ സുപ്പീരിയർ. ഇന്ത്യക്ക് പുറത്ത് ദാറ്റ് ഇസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ആൻഡ് ഫൈനലി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന ഡിവൽ ഗവൺമെന്റ് സിസ്റ്റം അബോളിഷ് ചെയ്തുകൊണ്ടാണ്. കാരണം ഡിവൽ ഗവൺമെന്റ് സിസ്റ്റം ആർക്ക് വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. ഇനി അങ്ങോട്ട് കമ്പനി ഇല്ല, അപ്പോൾ ഡിവൽ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് റിഗാർഡിംഗ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ഒട്ടും വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ വി വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ദി കൗൺസിൽസ് ആക്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഇനീഷ്യേറ്റീവ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്സ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. വിൽ കം വിത്ത് എ ന്യൂ ടോപ്പിക്. സീ യു ദെൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് ബൈ.